ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 119:54. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാവും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന പട്ടണത്തിൽ ദൈവം നമ്മളെ ഒരു പട്ടണത്തിലാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. നമ്മൾ ആയിരിക്കുന്ന ആ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്ന ദേശത്ത് പാർക്കുന്ന വീട്ടിൽ നമ്മൾ എന്താകണം? ദൈവത്തിൻ്റെ ചട്ടങ്ങളായിരിക്കണം നമ്മുടെ കീർത്തനം. ഹല്ലേലൂയ. നമ്മളുടെ ഭവനത്തിൽ നിന്ന് ഉയരേണ്ടത് കർത്താവിൻ്റെ ചട്ടങ്ങളായി തീരണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ചട്ടങ്ങൾ നമ്മുടെ ഭവനത്തിനുള്ളിൽ ഒരു കീർത്തനമായി സ്തോത്ര യഹോവയെ ഭക്തിയോടും വിറയലോടും കൂടെ ആരാധിക്കുന്ന ദൈവമക്കളായി നമ്മുടെ ഭവനത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്തായിത്തീരും? ഒരു മാതൃകയായി നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അല്ലേ. സ്തോത്ര. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സാഹചര്യങ്ങളിൽ അനേക ഭവനങ്ങൾക്കുള്ളിൽ എന്താണ്? കുലപാതകളും അല്ലെങ്കിൽ കൊല ചെയ്യുന്നവരും സ്തോത്ര അനുസരണം കെട്ട ഒരു തലമുറ സ്തോത്ര ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലുണ്ട്, ഉളവായി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നല്ലേ. സ്തോത്ര. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആയിരിക്കുന്ന ഭവനങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ യഹോവയെ സ്തുതിക്കുമ്പോൾ, യഹോവയെ വാഴ്ത്തുമ്പോൾ സ്തോത്ര നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ കർത്താവിൻ്റെ ചട്ടങ്ങളെ നമ്മുടെ ഒരു കീർത്തനമാക്കുമ്പോൾ ഹല്ലേലൂയ അത് നമ്മുടെ തലമുറകളെ നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്ര. അനേക കുഞ്ഞുങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്താണ്? മയക്കുമരുന്നിനൊക്കെ അടിമകളായിരിക്കുന്ന ഒരവസ്ഥയല്ലേ. അവരുടെ ഭവനത്തിൽ ഒന്ന് നമ്മൾ വീക്ഷിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഭവനത്തെ നമ്മളൊന്ന് നോക്കിയാൽ ഒരു പ്രാർത്ഥന എന്നൊരു അടിസ്ഥാനം ഒരിക്കൽ ഒരു പക്ഷെ അവരുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്നില്ല. ഹല്ലേലൂയ. അതാണ് ഇതിൻ്റെയൊക്കെയും റീസൺ. ഹല്ലേലൂയ. അവർക്കൊന്ന് ഉപദേശിച്ചു കൊടുക്കുവാൻ, വചനത്തിൽ നിന്നൊന്ന് സംസാരിച്ച് അവരെ ഉപദേശിക്കുവാൻ ഒരു മാതാപിതാക്കൾ ഇല്ലാണ്ട് പോകുന്നു. ഹല്ലേലൂയ. അതാണ് ഇതിൻ്റെയൊക്കെയും സ്തോത്രം മറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് അല്ലേ. എങ്കിൽ സ്തോത്രം നമ്മൾ വിശ്വാസികളാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സ്തോത്ര ദൈവ മക്കളാണ് എങ്കിൽ പോലും ഹല്ലേലൂയ നമ്മുടെ തലമുറകളോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് പലപ്പോഴും വചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാനോ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇന്നമാണെന്നും സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും പലപ്പോഴും സ്തോത്ര അതിന് പ്രാധാന്യം കൊടുക്കാതെ വണ്ണം പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ബിസി ഷെഡ്യൂളിൽ പോകുന്ന മാതാപിതാക്കളായിരിക്കും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത്. ഹല്ലേലൂയ. എങ്കിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ബാലൻ തൻ്റെ നടപ്പിനെ എങ്ങനെയാണ് നിർമ്മലമാക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് ഒരു ബാലൻ തൻ്റെ നടപ്പിനെ എന്ത് ചെയ്യുന്നത്? സ്തോത്രം നിർമ്മലമാക്കി പോകുന്നത്. അപ്പം ബാലനായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. എങ്ങനെ വളരണം? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലും സ്തോത്രം അവരെ വളർത്തിയെടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാപ്തരാക്കണം. ഹല്ലേലൂയ. പ്രാപ്തരായി തീരണം. സ്തോത്രം. ഇവിടെ ഉണ്ട് അതിൻ്റെ 55. യഹോവേ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ രാത്രി ആമങ്ങൾ തിരുനാമത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? കർത്താവിൻ്റെ കൽപ്പനകളെ നമ്മൾ ആചരിച്ച് സ്തോത്രം കർത്താവ് ചെയ്തു തന്ന നന്മകൾക്ക് നമ്മുടെ മക്കളുടെ മുമ്പാകെ ഒരു മാതാപിതാക്കൾ എപ്പോഴും യഹോവയോട് എങ്ങനെയാണ് സ്തോത്രം നന്മകൾ വരുമ്പോൾ അവർ നന്ദി ഇതെല്ലാം മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? വീക്ഷിക്കുന്നുണ്ട് അല്ലേ. മക്കൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നവരാണ്. ഹല്ലേലൂയ. എങ്കിൽ അവരുടെ മുമ്പാകെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന ഭവനത്തിനുള്ളിൽ കർത്താവിൻ്റെ കീർത്തനം എന്ത് ചെയ്യണം? ഉയരണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഉയരുന്നത് എന്താണ്? സ്തോത്രം. ആരും നമ്മളെ പറയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് ശോധന ചെയ്യാം. ദൈവമക്കളെ, രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ പ്രഭാത യാമങ്ങളിലൊക്കെയും സ്തോത്രം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന കർത്താവ് സ്തോത്രം നമ്മളെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിന് അകത്തുനിന്ന് ഉയരുന്നത് എന്താണ്? കർത്താവിന് പ്രസാദമായുള്ളതാണോ? കർത്താവിൻ്റെ ചട്ടങ്ങളാണോ? കർത്താവിൻ്റെ സ്തുതികളാണോ? കർത്താവിനെ നമ്മൾ സ്തോത്രങ്ങളാണോ നമ്മുടെ ഭവനത്തിൽ നിന്ന് ഉയരുന്നത് എന്ന് നമ്മൾ എപ്പോഴും എന്താണ്? ചിന്തിക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. ഉൽപ്പത്തി
18-ാം അധ്യായത്തിൻ്റെ 19 ഇപ്രകാരമുണ്ട്. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് എന്താണ്? അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിന്യായം പ്രവർത്തിച്ചതുകൊണ്ട് യഹോവയുടെ വഴി നടപ്പാൻ കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തെ അബ്രഹാമിൻ്റെ മക്കളോടും സ്തോത്രം സകലരോടും അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്തോത്രം പഠിപ്പിച്ചു വന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. ഹല്ലേലൂയ. തൻ്റെ തലമുറകൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയും ദൈവവചനത്തിൽ ഒരു ശിക്ഷ പോലെ അല്ലെങ്കിൽ അതിലൊരു സ്തോത്രം നടത്തിക്കൊണ്ടു പോകുന്ന തൻ്റെ ഭവനത്തെ ദൈവവചന വീക്ഷണത്തിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ദൈവം അങ്ങനെയാണ് അബ്രഹാമിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം തൻ്റെ കൽപ്പനകളെ സകലത്തെ തൻ്റെ മക്കളോട് എന്ത് ചെയ്യാണ്? ഉപദേശിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് പോലും പഠിപ്പിക്കുവാനോ ദൈവവചനത്തിൽ നിന്ന് എന്താണെന്നൊന്നും നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ പലപ്പോഴും സമയം പോലും ഇല്ലാത്ത മാതാപിതാക്കളാണ് അല്ലേ. അവരുടെ സ്തോത്രം അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നെട്ടോട്ടം ഓടുകയാണ്. ഇതിന് നടുവിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു വലിയൊരു സത്യം അതാണ്. ഹല്ലേലൂയ. സ്തോത്രം ആരാധനയ്ക്കൊക്കെ മക്കളെ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും അവരുടെ ഉള്ളിൽ സ്തോത്രം നമ്മളൊരു മാതൃകകളായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം ദൈവവചനം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളായിരിക്കുന്ന പട്ടണങ്ങളിൽ നമ്മുടെ ഭവനത്തിനുള്ളിൽ ക്രിസ്തു എന്ന നാമമായിരിക്കണം ഉയരേണ്ടത്. കർത്താവിൻ്റെ നാമമാരി ഒരു കീർത്തനം പോലെ എന്ത് ചെയ്യണം? നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്തോത്രം നമ്മുടെ മക്കൾക്ക് സ്തോത്രം ദൈവത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവചനങ്ങളെക്കുറിച്ച് അവർക്ക് എന്ത് ചെയ്യണം? അവർക്കൊരു ഉപദേശം അല്ലെങ്കിൽ അവരെ ആ വചനത്തിനും ദൈവ കൽപ്പനകളിലും വളർത്തിക്കൊണ്ടുവരണം. സ്തോത്ര എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിൽ ഒരു സ്തോത്രം ആ ഒരു പൈതൽ അല്ലെങ്കിൽ ആ ഒരു തലമുറകൾ എന്ത് ചെയ്യത്തുള്ളൂ? ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് വളരുകയുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ എന്താണ്? MBBS ആകണം, ഉന്നത വിദ്യാഭ്യാസം വേണം. ഹല്ലേലൂയ. സ്തോത്ര ഇന്ന പുറത്തു പോകണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, USA അങ്ങനെ സ്തോത്രം യൂറോപ്യൻ കൺട്രികളിൽ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എല്ലാ മാതാപിതാക്കളും തൻ്റെ തലമുറകളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലേ. എങ്കിൽ ഇതിനെല്ലാം ഉപരി ഇതെല്ലാം വേണ്ട എന്നല്ല, ഇതിനേക്കാൾ എല്ലാം ഉപരി ഒരു മാതാപിതാക്കൾ സ്തോത്രം തൻ്റെ ഭവനത്തിൽ അവരായിരിക്കുന്ന സമയങ്ങളിൽ അവരെ എന്ത് ചെയ്യുക? ദൈവവചനത്തിൽ വളർത്തിയെടുക്കുക. ഹല്ലേലൂയ. ദൈവവചനം അവരെ എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ സ്തോത്രം അതൊരു വിത്തായി കിടക്കും. അവരുടെ ജീവിതത്തിൽ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ, നാളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ യഹോവയെ എന്ത് ചെയ്യും? രുചിച്ചറിയുവാനിടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ വെറുതെ എന്താണോ സ്തോത്രം ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനേക്കാൾ ഉപരി സ്തോത്രം ആരാധനകൾക്ക് എല്ലാവരും ഒരു പക്ഷേ നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നവരാണ്, എല്ലാം ഉണ്ട്. എങ്കിലും ദൈവവചനത്തെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ ചെറുപ്പം മുതൽ എന്ത് ചെയ്യാണ്? ശാസ്ത്രിമാരുടെ നടുവിൽ നിന്നുകൊണ്ട് സ്തോത്രം ആ ഒരു പ്രായത്തെ പോലും സ്തോത്രം പ്രായത്തിനൊത്തവണ്ണം അല്ല കർത്താവ് സംസാരിച്ചിരുന്നത് അല്ലേ. ആ വചനത്തിൽ നിന്നല്ല, അവർ തന്നെ അതിശയിച്ചു പോയി ചുറ്റുമുള്ളവർ കർത്താവിനെ കണ്ടിട്ട്. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ നമുക്കറിയാം ബൈബിൾ വായിക്കുമ്പോൾ യോസേഫിന് വെറും 17 വയസ്സുള്ളവനായിരുന്നു. എങ്കിലും ചെറുപ്പം മുതലേ യോസേഫ് എന്തായിരുന്നു? ദൈവത്തിൽ ആശ്രയിച്ച് വളർന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ. ദൈവത്തിൽ ആശ്രയിച്ചും ദൈവദർശനങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ തലമുറകളെ നമ്മൾ നോക്കിയാൽ, നമ്മുടെ മക്കളെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു സ്തോത്ര അവരെന്ത് ചെയ്യണം? ദർശനങ്ങൾ കാണാറുണ്ടോ? ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? ദൈവവചനങ്ങൾ കേൾക്കാറുണ്ടോ? സ്തോത്ര ഗെയിംസിന് മറ്റു പലതുമാണ്. നമ്മൾ ഒരു പക്ഷേ എന്ത് ചെയ്യണം? അവർ എൻജോയ് ചെയ്യട്ടെ എന്നും പറഞ്ഞ ഓരോ ഗെയിംസും കാര്യങ്ങളെല്ലാം അവരെ എന്ത് ചെയ്യാണ്? നമ്മൾ ഹല്ലേലൂയ അവരുടെ കൈകളിൽ കൊടുത്ത് അവരെ എന്ത് ചെയ്യാണ്? നമ്മൾ തന്നെ വഷളാക്കി പോവാണ്. ഹല്ലേലൂയ. അതേ സ്ഥാനത്ത് ദൈവവചനങ്ങൾ എന്ത് ചെയ്യുക? അവർക്ക് പറഞ്ഞു കൊടുക്കുക. ദൈവത്തിൻ്റെ ബൈബിൾ ഹല്ലേലൂയ വായിക്കണം. അങ്ങനെ ഒരു ഷെഡ്യൂൾ സ്തോത്ര നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇത് തിരുവെഴുത്താണ്. അത് അവരോട് എന്ത് ചെയ്യാം? സംസാരിക്കുവാൻ ഇടയായിത്തീരും. സകലത്തിനും ദൃഷ്ടി വെച്ച് അവരെ എന്ത് ചെയ്യും? ഉപദേശിക്കുന്ന ദൈവവചനം അവരോട് സംസാരിക്കുകയും അവരോട് തെറ്റിലകപ്പെട്ട അവരെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? അതിൽ നിന്ന് പിന്തിരിപ്പിച്ച്
നല്ലൊരു ഭാവി ദൈവം എന്ത് ചെയ്യും ഒരുക്കി കൊടുക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതെല്ലാം സ്തോത്രം ഉരുവായി തീരുന്നത് നമ്മൾ പരദേശിയായി പാർക്കുന്ന നമ്മുടെ വീട്ടിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഉയരേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ, സ്തോത്രം, ദൈവത്തിൻ്റെ സ്തുതികൾ, ദൈവം ചെയ്ത നന്മകൾ, അതിന് നന്ദി പറയണം. ഹല്ലേലൂയ. ഇതൊക്കെ ആയിരിക്കണം ഒരു ദൈവത്തിൻ്റെ സ്തോത്ര ദൈവവിശ്വാസികളുടെ ഭവനത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടത്. ഹല്ലേലൂയ. സ്തോത്ര. അതുകൊണ്ട് യഹോവേ രാത്രിയുടെ യാമങ്ങളിൽ, ഹല്ലേലൂയ, പ്രഭാത യാമങ്ങൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് ഉയർന്നു വരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളെ കാണുന്ന നമ്മുടെ തലമുറകളിലേക്ക് ഇത് പകർന്നു. അതായത് ദൈവവചനം ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം തലമുറയായി നമ്മുടെ സങ്കേതമാണ്, അല്ലേ? തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവത്തെ നമ്മളും എന്ത് ചെയ്യുക? തലമുറയായിട്ട് എന്ത് കൈമാറണം. ദൈവവചനം നമ്മളും എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ദൈവത്തിൻ്റെ സ്തോത്ര ദർശനം കാണുന്നവരായി തീരട്ടെ നമ്മുടെ തലമുറകൾ, പ്രവചിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഈ കാലത്ത് ദൈവത്തിൻ്റെ വചനം എടുത്ത് സംസാരിക്കുന്നവരായി തീരട്ടെ. ദൈവവചനത്തെക്കുറിച്ചൊരു പരിജ്ഞാനമുള്ളവരായി തീരട്ടെ നമ്മുടെ മക്കൾ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏത് പൊസിഷൻസിനേക്കാളും മറ്റു പലതിനേക്കാളും, ഹല്ലേലൂയ, ഏറ്റവും ദൈവത്താൽ അനുഗ്രഹമുള്ള ഒരു മക്കളായി വാർത്തെടുക്കുവാൻ ഓരോ മാതാപിതാക്കളും എന്ത് ചെയ്യുക? ശ്രമിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. അതുകൊണ്ട് നമ്മുടെ ഭവനത്തെ, നമ്മൾ പരദേശിയായി പാർക്കുന്ന നമ്മുടെ കുടുംബത്തിനുള്ളിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വചനത്തിൽ നിന്ന് നമ്മളൊന്ന് ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ദൈവമക്കളെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, സ്തോത്ര, പല രീതിയിൽ ശത്രുവായവൻ നമ്മുടെ മക്കളെ വഷളാക്കി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, സ്തോത്രം, മ്ലേച്ഛതകൾ നിറഞ്ഞത് പല രീതിയിൽ നാശത്തിലേക്ക് വലിച്ചിടാൻ കൊണ്ടുപോകുന്ന ശത്രുവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ വണ്ണം നമ്മുടെ മക്കളെ എന്ത് ചെയ്യുക? നമ്മളോട് ചേർത്ത് പിടിക്കുക. ദൈവവചനത്തിൽ അവരെ നമുക്ക് വളർത്തിയെടുക്കുക. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ നമുക്കത് എന്ത് ചെയ്യുക? തുടങ്ങുക. ഹല്ലേലൂയ. ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.